ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും ഒളിച്ചുകളി തുടർന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും. ഏത് കാരണത്തിന്റെ പേരിലാണ് അജിത് കുമാറിനെ നീക്കിയതെന്ന് ഉത്തരവിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലോ ഇല്ല. നിലവിൽ സായുധ പോലീസ് ബറ്റാലിയന്റെ ചുമതല അജിത് കുമാറിന്റെ കൈവശം നിലനിർത്തിയിട്ടുള്ള തീരുമാനത്തിൽ സേനയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. പേരിന് മാത്രം നടപടിയെടുത്തതിൽ LDF-ലെ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച മരമുറിയും സ്വർണ്ണക്കടത്തും തുടങ്ങിയ റിദാൻ വധക്കേസ് വരെ നീളുന്ന 15 വിഷയങ്ങൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ഇവയിൽ അന്വേഷണം നടത്തിയ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടാണ് അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേര തെറിപ്പിച്ചത്. നിലവിലുണ്ടായിരുന്ന സായുധ പോലീസ് ബറ്റാലിയന്റെ ചുമതല നിലനിർത്തിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് സർക്കാർ ചെയ്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമിനെ നിയമിച്ചു. എന്നാൽ അജിത് കുമാറിനെ മാറ്റാനുണ്ടായ കാരണം വ്യക്തമാക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പും ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനമാറ്റ ഉത്തരവും പുറത്തു വന്നത്. അജിത് കുമാറിന്റെയും മനോജ് എബ്രഹാമിന്റെയും സ്ഥാനങ്ങൾ മാറ്റിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവാണ് പുറത്തുവിട്ടത് എന്നതുകൊണ്ട് തന്നെ കാരണം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇന്റലിജൻസ് ADGP സ്ഥാനത്ത് നിന്ന് മനോജ് എബ്രഹാം ഉടൻ പുതിയ പദവി ഏറ്റെടുക്കില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ അടിയന്തര പ്രമേയ ചോദ്യങ്ങളും മറുപടിയും ഏകോപിപ്പിക്കേണ്ടത് ഇന്റലിജൻസ് മേധാവിയാണ്. നിലവിൽ പുതിയ ഇന്റലിജൻസ് മേധാവിയായി ആരെ നിയമിക്കണമെന്ന കാര്യത്തിലും സർക്കാരിൽ അവ്യക്തതയുണ്ട്. ADGP-മാരുടെ എണ്ണക്കുറവാണ് പുതിയ മേധാവിയെ കണ്ടെത്തുന്നതിൽ തടസ്സമാകുന്നത്. അതേസമയം അജിത് കുമാറിനെതിരായ നടപടി വൈകിപ്പോയെന്നും പേരിന് മാത്രമുള്ള ഈ നടപടിയിൽ 1 മാസത്തെ കാലതാമസം എന്തായിരുന്നുവെന്നാണ് CPI-യും RJD-യും ഉയർത്തുന്നത്. സഭാ സമ്മേളനത്തിൽ CPI ആഭ്യന്തര വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് കാട്ടി CPI CPM-ന് നൽകിയ കത്തുമാണ് മുഖ്യമന്ത്രിയെ സ്ഥാനമാറ്റ ഉത്തരവിൽ ഒപ്പിടുന്നതിലേക്ക് എത്തിച്ചത്. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.